ഹായ് ഓൾ, ഇന്നിവിടെ നിങ്ങൾക്ക് ഭയങ്കര റഷ് കാണാൻ കഴിയും. എന്താണെന്നറിയോ, ഇവിടെ നമുക്ക് നീറ്റ് റിപ്പീറ്റേഴ്സിൻ്റെ പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന്. ഇപ്പം പാരൻസ് എല്ലാവരും അഡ്മിഷൻ എടുക്കാനും ഇവിടുത്തെ ഹോസ്റ്റലും ക്ലാസ്സസും ടീച്ചേഴ്സിനെല്ലാം കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് എങ്ങനെയാണ് JPS ക്ലാസ്സസിൽ വന്നത്, ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ചിട്ട് അതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഹായ് മോളെ, മോള് ഡോക്ടർ JPS ക്ലാസ്സസിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അറിഞ്ഞത്? എന്താ ഇവിടെ വരാൻ റീസൺ? അത് ഞാൻ ഇവിടെ ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ 10th ഗസ്റ്റ് ക്ലാസ്സിന് JP സാർ വന്നിനോ. അപ്പോൾ ഞങ്ങൾക്കിതൊക്കെ അടിപൊളിയായിട്ട് തോന്നി, നല്ല ക്ലാസ് ആയിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓളെ കസിന് ഇവിടെ പഠിച്ചതാണ്. അപ്പോൾ ഏച്ചീൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നല്ല അഭിപ്രായമാണ്, അങ്ങനെയാണ് ഇവിടെ വന്നത്. നമുക്ക് മോളുടെ അമ്മനോട് ചോദിക്കാം. അമ്മ ഒന്ന് പറയാം. എൻ്റെ പേര് സുഷിന. പിന്നെ ഇവിടെ അന്വേഷിച്ചപ്പോൾ JPSനെ പറ്റി അന്വേഷിച്ചപ്പോൾ നല്ല അഭിപ്രായമാണ് കിട്ടിയത്. പിന്നെ മോളെ കസിനും ഇവിടെ പിന്നെ നീറ്റിൻ്റെ ഇതിന് പഠിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ആംബിയൻസ് എല്ലാം ഇഷ്ടപ്പെട്ടോ? ഓ, ഇഷ്ടപ്പെട്ടു, നല്ല നല്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റുഡൻറ്റിനോട് ചോദിക്കാം, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഞാൻ അതുപോലെ തന്നെ ക്ലാസ് കേട്ടിട്ട് പറഞ്ഞോ. ആ ക്ലാസ് കേട്ട് JP സാറിൻ്റെ ക്ലാസ് സ്കൂളിലൊക്കെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കേട്ട് ഇഷ്ടമായപ്പോൾ ഇവിടെ വന്ന് ജോയിൻ. അടിപൊളി ക്ലാസ് ആയിരുന്നു സാറിന്. ഇപ്പോൾ ക്ലാസ് നല്ലോണം ഇഷ്ടമായതുകൊണ്ട് ക്ലാസ്സിൽ എല്ലാവരും സെയിം ക്ലാസ്സിലാ? ഓക്കെ, അങ്ങനെ വന്നതല്ലേ. താങ്ക് യു. ഹായ് മോളെ. ഹായ് ജി. ഓക്കെ, മോളെ എവിടുന്ന വരുന്നത്? കൊല്ലം. ഓക്കെ, കൊല്ലത്തുനിന്ന് വരുന്നല്ലേ. മോക്ക് എങ്ങനെയാണ് JPSന് എങ്ങനെയായിരുന്നു? എൻ്റെ ചേച്ചി പറഞ്ഞറിഞ്ഞതാ. അപ്പം ഞാൻ ഇവിടെ ക്രാഷ് ചെയ്ത് അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ വന്നത്. ഓക്കെ, എന്താ ഇവിടത്തേക്ക് പിന്നെയും വരാൻ റീസൺ? നല്ല ക്ലാസ്സസ് ഒക്കെയാണ്, അതുകൊണ്ട് സാറുമാരും എല്ലാം നല്ല മിങ്കിളൊക്കെ ചെയ്യും, അങ്ങനെയാണ്. ഇത് മോളുടെ ഫാമിലി ആയിരിക്കും അല്ലേ? അനിയത്തി, അച്ഛൻ, അമ്മ. അപ്പോൾ നമുക്ക് അമ്മനോട് ചോദിച്ചു നോക്കാം. മോളെന്താ ഇവിടുത്തെ ക്ലാസ്സസിനെ കുറിച്ച് പറഞ്ഞത്? നല്ല ക്ലാസ്സാണെന്നാണ് പറഞ്ഞത്. പിന്നെ ടീച്ചേഴ്സൊക്കെ നല്ല സ്നേഹവും ഉള്ളത്. JP സാറൊക്കെ പ്രത്യേകിച്ച് നല്ല ഇതാണെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. നിങ്ങളെങ്ങനെയാണ് ഇവിടെ എത്തിയത്? മോൾക്ക് +2 കഴിഞ്ഞപ്പം വലിയ ആഗ്രഹമാണ് നീറ്റിന് എൻട്രൻസ് ചെയ്യണമെന്നാണ്. അങ്ങനെ ഞങ്ങൾ യൂട്യൂബ് കണ്ട് ഒരു കസിൻ, ഈ കുട്ടിയുടെ ഒരു കസിൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ പഠിച്ചായിരുന്നു. അത് ഇപ്പം ഡോക്ടർ പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ് നല്ല കോളേജ് കൊള്ളാം, നല്ല കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് അവിടെ പോകുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കുറേ ദൂരമുണ്ട്, ഞങ്ങൾ ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റമാണ്. അതെ, ഞങ്ങൾക്കൊരു 350 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നല്ല പോലെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടിയപ്പം ഞങ്ങൾക്ക് അതിനോട് സംതൃപ്തി തോന്നി. അങ്ങനെ ഞങ്ങൾ ഇവിടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നതാണ്. അഡ്മിഷൻ എടുക്കാനായിട്ട് വന്നതാണ്. ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആംബിയൻസ് എല്ലാം ഇഷ്ടപ്പെട്ടോ? ആ, കുഴപ്പമില്ല. മോളുടെ വീട് എവിടെയാ? കൊല്ലം. ഓക്കെ, എങ്ങനെയാ JPSനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയാ ഇവിടെ? എൻ്റെ ഫ്രണ്ട് ഇവിടെ ക്രാഷ് കോഴ്സിന് വന്നായിരുന്നു 1 മാസം. അപ്പോൾ അവൾ റെക്കമെൻഡ് ചെയ്തതാണ്. അപ്പോൾ അവളുടെ കൂടെ ഇങ്ങനെ പോയിരുന്നു. അവളെന്താ പറഞ്ഞത്? ഇത് നല്ല ക്ലാസ്സാണെന്ന്, പിന്നെ നല്ലപോലെ പഠിപ്പിച്ച് ഒക്കെ. അവൾ നല്ല ആദ്യമേ റാങ്ക് താഴെ കിടന്നേക്കുക, പിന്നെ മേലോട്ടൊക്കെ വന്ന്. അപ്പോൾ അവൾ നല്ലതെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തപ്പോൾ അവളോട് ഇങ്ങനെ പോയിരുന്നു. ഇത് പാരൻസാ? നമുക്ക് ഇനി അമ്മനോട് ചോദിച്ചു നോക്കാം, എന്താ അമ്മക്ക് പറയാനുള്ളത്. അമ്മ എങ്ങനെയുണ്ട്? അഭിപ്രായം തന്നെയാണ്. മോളുടെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ ക്രാഷ് കോഴ്സിന് ഫ്രണ്ട് വന്ന്. അപ്പം 1 മാസത്തെ ക്രാഷ് കോഴ്സ് കൊണ്ട് അവൾ നല്ലൊരു നിലയിലെത്തി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് മുഖേന ഞാൻ വിളിച്ചു തിരക്കി എല്ലാം അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം ഇന്ന് വന്ന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം മാം അന്വേഷിച്ചപ്പം എങ്ങനെയാണ് ഇവിടെ ഇഷ്ടപ്പെട്ടോ? എല്ലാം എന്താ നല്ല അഭിപ്രായമാണോ കേട്ടത്? അതെ, നല്ല അഭിപ്രായമാണ് പുറമേ കേട്ടത്. കുഴപ്പമില്ല, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും സ്ഥാപനം കണ്ടെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു.